അമേരിക്കയും അവരുടെ ട്രംപും ഒക്കെ വിചാരിച്ചാൽ ലോകത്തെ ആരെ വേണമെങ്കിലും അങ്ങ് വിരട്ടി നിർത്താമെന്നൊരു ധാരണയുണ്ട്. പക്ഷെ ആ വിരട്ടലൊന്നും നമ്മുടെ ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ചെലവാകില്ല എന്ന് മുഖത്തടിച്ചതുപോലെ പറഞ്ഞിരിക്കുകയാണ് മറ്റാരുമല്ല, സാക്ഷാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. അമേരിക്കയുടെയോ മറ്റു പാശ്ചാത്യ ശക്തികളുടെയോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന രാജ്യമല്ല ഇന്ത്യയെന്നും മോദിയെ സമ്മർദ്ദത്തിലാക്കാൻ നോക്കുന്നത് വെറുതെ സമയം കളയുന്ന പരിപാടിയാണെന്നും പുടിൻ പരസ്യമായി വിളിച്ചു പറയുമ്പോൾ പൊളിയുന്നത് ട്രംപിന്റെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പൊള്ളയായിട്ടുള്ള അവകാശവാദങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഒരു അന്തസ്സും അഭിമാനവും ഒക്കെ തോന്നും, അല്ലെ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസം റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ലോകത്തിലെ വലിയ വാർത്താ ഏജൻസികളുടെ തലവന്മാർ പങ്കെടുത്ത മീറ്റിംഗിലാണ് പുടിൻ ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയത്. ഇന്ത്യയുമായിട്ടുള്ള റഷ്യയുടെ ബന്ധം തകർക്കാൻ അമേരിക്കയോ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളോ പ്രധാനമന്ത്രി മോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് തികച്ചും ഉപയോഗശൂന്യമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്തിന്റെ നേതാവിനെ ചെന്ന് വിരട്ടാമെന്നോ ഭീഷണിപ്പെടുത്താമെന്നോ കരുതുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളെ തന്നെ നാണം കെടുത്തും എന്നാണ് പുടിൻ പറഞ്ഞത്. ഇന്ത്യയെ എക്കാലത്തെയും വിശ്വസ്തനായിട്ടുള്ള പങ്കാളിയാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം അമേരിക്കയുമായി ഇന്ത്യ ബിസിനസ്സും ബന്ധവും വളർത്തുന്നത് റഷ്യയെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നും വ്യക്തമാക്കി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഈ കൂട്ട് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയ പ്രതിസന്ധികളിലൊക്കെ കൂടെ നിന്ന ഒരു പഴയ ചങ്കാണ് റഷ്യ. ആ ചരിത്രമൊക്കെ പുടിൻ അവിടെ ഓർമ്മിപ്പിച്ചു. 2025 മാത്രം നമ്മൾ തമ്മിൽ $68.7 ബില്യൺ കച്ചവടം നടത്തി. വരുന്ന ആളുകളിൽ അത് $100 ബില്യൺ ലക്ഷക്കണക്കിന് കോടി രൂപയിലേക്ക് എത്തുമെന്നും പുടിൻ ഉറപ്പിച്ചു പറഞ്ഞു. ഈ സൗഹൃദം കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് എന്താണ് ലാഭം എന്ന് ചോദിച്ചാൽ ഒരുപാടുണ്ട്. അമേരിക്ക വിലക്കിയിട്ടും റഷ്യയിൽ നിന്ന് നമ്മൾ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങി. ആ കുറഞ്ഞ വിലയ്ക്കുള്ള ഇന്ധനമാണ് നമ്മുടെ നാട്ടിലെ വണ്ടികളിൽ ഓടുന്നത്. കൂടാതെ ഊർജം, ആണവോർജം, മരുന്നുകൾ, പ്രതിരോധ ആയുധങ്ങൾ എന്നീ മേഖലകളിൽ റഷ്യ തരുന്ന പിന്തുണ നമ്മുടെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നുണ്ട്. ഇവിടെയാണ് മോദിയുടെ ബുദ്ധിപരമായിട്ടുള്ള വിദേശ നയം നമ്മൾ കാണേണ്ടത്. ഇതിനെ വലിയ വാക്കുകളിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്നൊക്കെ പറയും. ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ലാഭം എവിടെയാണോ അതനുസരിച്ച് നമ്മൾ സ്വന്തമായി തീരുമാനമെടുക്കും. നമ്മുടെ ലാഭമാണ് നമ്മൾ നോക്കുന്നത്. വേറെ ഒരു വിദേശ രാജ്യവും അത് നമ്മളെ ഭരിക്കേണ്ട. റഷ്യൻ എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിൽ ഇന്ത്യയെ വിലക്കാൻ അമേരിക്ക നിരന്തരം ശ്രമിക്കുമ്പോഴാണ് ആ ബാഹ്യ സമ്മർദ്ദങ്ങളെ ഇന്ത്യ ധീരമായി ചെറുത്തു നിൽക്കുന്നത്. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറിയത് യാദൃശ്ചികമല്ലെന്നും മോദി സർക്കാരിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും പുടിൻ ചൂണ്ടിക്കാട്ടി. ഒരു വശത്ത് അമേരിക്കയുമായി നല്ല ബന്ധവും വളർത്തുന്നു, അതേസമയം തന്നെ റഷ്യയുമായിട്ടുള്ള ആത്മാർത്ഥ സൗഹൃദവും കാത്തു സൂക്ഷിക്കുന്നു. രണ്ട് വശത്തു നിന്നും ഇന്ത്യക്ക് നല്ലത് മാത്രം നേടിയെടുക്കുന്ന ഒരു മരണമാസ് നയതന്ത്ര കളി തന്നെയാണിത്. ചുരുക്കി പറഞ്ഞാൽ ട്രംപിനെയോ അമേരിക്കയോ ഭയന്ന് വിദേശ നയം മാറ്റുന്ന പഴയ പാവത്താൻ രാജ്യമല്ല ഇന്ത്യ എന്ന് ലോകശക്തികൾക്ക് ഇപ്പോൾ നന്നായി അറിയാം. പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യ ആരുടെ മുന്നിലും തലകുനിക്കില്ല. സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന ഒരു വൻ ശക്തിയാണ് നമ്മൾ. ലോക നേതാക്കൾ പോലും ഇന്ത്യയുടെ ഈ തന്റെയിടത്തെ ബഹുമാനത്തോടെയാണ് നോക്കിക്കാണുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് സ്വന്തം ജനങ്ങളുടെ നന്മ മാത്രം നോക്കി മുന്നോട്ട് പോകുന്ന ഇന്ത്യ റഷ്യ സൗഹൃദത്തിനുള്ള വലിയൊരു അംഗീകാരമാണ് പുടിന്റെ ഈ വാക്കുകൾ. ന്യൂസ് ഡെസ്ക് മലയാളം.